അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെല്ലാവരും ഒരുപോലെ കാത്തിരുന്ന റമദാൻ ഇങ്ങ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇല്ലേ? കുറച്ച് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. നമ്മൾ സർവ്വ മുസ്ലിങ്ങളും അതിൽ സന്തോഷവാന്മാരാണ് ഇല്ലേ? റമദാൻ കാരണം അത്രയ്ക്ക് മഹത്വമേറിയ ഒരു മാസമാണ്. അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നു, നമസ്കാരങ്ങൾ അധികരിപ്പിക്കുന്നു, ഖുർആൻ ഓതലുകൾ അധികരിപ്പിക്കുന്നു ഇല്ലേ? അങ്ങനെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു മാസമാണ് റമദാൻ. ആ മാസം ഇനി നമ്മുടെ അടുക്കലേക്ക് എത്താൻ ഇനിയും കുറച്ച് മണിക്കൂറുകൾ മാത്രം ബാക്കി. എല്ലാവരും അതിനെ വരവേൽക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മുടെ മനസ്സിലെ എന്ത് ആവശ്യങ്ങളായിക്കോട്ടെ, ആഗ്രഹങ്ങളായിക്കോട്ടെ, അതെല്ലാം വളരെ പെട്ടെന്ന് നിറവേറ്റി തരാൻ പറ്റുന്ന ഒരു മാസമാണ് ഈ റമദാൻ മാസം. നമ്മൾ എന്ത് വിചാരിക്കുന്നു അത് നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ നമ്മളിലേക്ക് അത് എത്തിത്തരുന്ന ഒരു മാസമാണ് ഇത്. അതുപോലെ നമ്മുടെ ദുനിയാവും ആഖിറവും ഒരുപോലെ വിജയമാക്കി തരുന്ന മാസവും കൂടിയാണ് ഇത്. ഈ റമദാൻ മാസത്തിന്റെ ഓരോ സെക്കൻഡുകൾ പോലും നമ്മൾ വെറുതെ കളയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വൻ നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ ഈ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീങ്ങി കിട്ടുന്ന ഒരു മാസമാണ് എന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ അത്രയ്ക്ക് മഹത്വമേറിയതാണ് ഈ ഒരു മാസം. കാരണം നമ്മൾ അതിലെ ഓരോ സെക്കൻഡുകളും നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മൾ അത് നഷ്ടമാക്കി കളഞ്ഞാൽ അത് നമുക്ക് ഇല്ലാതായി പോകുന്നത് നമ്മുടെ ആഖിറത്തിൽ നമ്മുടെ ജീവിതത്തിലെ തന്നെ എല്ലാ വിജയകരമായ സന്തോഷകരമായ സന്ദർഭങ്ങളുമാണ്. അതുകൊണ്ട് ആരും അത് പാഴാക്കി കളയാൻ പാടില്ല. നമ്മൾ എന്താഗ്രഹിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലും വേഗത്തിൽ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതിലും വേഗത്തിൽ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതാണ്. ഞാൻ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ സൂറത്ത് ആരെങ്കിലും റമദാൻ മാസം ചൊല്ലുകയാണ് എങ്കിൽ അവൻ ഒരു വർഷം മുഴുവൻ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. ഇത് ആരെങ്കിലും ചെയ്യാതിരിക്കുകയാണെങ്കിൽ, അല്ല എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് എങ്കിൽ വൻ നഷ്ടമാണ്. കാരണം ഇതിനെപ്പറ്റി നിങ്ങൾ പിന്നീട് ഖേദിക്കേണ്ടി വരും. ഇത് ചെല്ലിയില്ലല്ലോ, വെറും 10 മിനിറ്റിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ വെറും 10 മിനിറ്റ് നിങ്ങൾ കളയുകയാണ് എങ്കിൽ നിങ്ങളുടെ ഒരു വർഷമാണ് പോകുന്നത്. ഒരു വർഷം സന്തോഷകരമായി ഇരിക്കാൻ വെറും 10 മിനിറ്റ് മാത്രം മാറ്റി വെച്ചാൽ മതിയാകുന്നതാണ്. ഈ സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ടി വരില്ല. ഒരു തരത്തിലുള്ള സങ്കടങ്ങളും നമ്മളിലേക്ക് ഏൽക്കുകയില്ല. ആ വർഷം മുഴുവൻ നമ്മൾക്ക് റബ്ബിന്റെ ഒരു പ്രത്യേക സഹായവും കാവലും ഒക്കെ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിനി വരാനിരിക്കുന്ന പ്രശ്നങ്ങളും നാശനഷ്ടങ്ങളും അതിന് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് നമുക്കൊരു പ്രത്യേക സഹായം ലഭിക്കുന്നതാണ്. ആ വർഷം അവന് പണത്തിന്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. റിസ്കിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടുന്നതാണ്. ആ ഒരു വർഷം ഒരു പ്രശ്നവും കൂടാതെ നമ്മളിലേക്ക് കഴിഞ്ഞു പോകുന്നതായിരിക്കും. റമദാനിന്റെ ആദ്യ രാത്രി എന്ന് വെച്ചാൽ റമദാൻ നാളെ ആണ് എങ്കിൽ ഇന്ന് എല്ലാവരും സൂറത്തുൽ ഫത്തഹ് ഓതുക. അതിന്റെ നേട്ടങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വിജയകരമായ ഒരു സംഭവമാണ് ഈ ഒരു സൂറത്ത് ഓതുന്നത് കൊണ്ട്. സൂറത്തുൽ ഫത്തഹ് വെറും 10 മിനിറ്റ് ആവശ്യം മാത്രമേ ഉള്ളൂ. സൂറത്തുൽ ഫത്തഹ് ഓതുകയാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളും ആ ഒരു വർഷം ഉണ്ടാവുകയില്ല. റമദാനിന്റെ ആദ്യ രാത്രി ഓതുകയാണ് എങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളോ ഒരു പ്രയാസങ്ങളോ ഒന്നും ആ ഒരു വർഷം ഉണ്ടാവുകയില്ല. നിയത്ത് വെച്ചിട്ട് വേണം ഇത് ചൊല്ലേണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഇത് ഓതുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.